ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വണ്ടൂരിലെ ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ കാഴ്ചക്കാരുടെ വൻ തിരക്ക്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ചെണ്ടുമല്ലിത്തോട്ടം കാണാനും ചിത്രങ്ങൾ പകർത്തുവാനുമായി എത്തുന്നത്. പൂന്തോട്ടത്തിൽ കാഴ്ചക്കാരിൽ ഒരാളായി പി അനിൽകുമാർ MLA എത്തി. വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷി പൂത്തുലഞ്ഞതോടെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രദർശനത്തിനായി തുറന്നുകൊടുത്തത്. വണ്ടൂർ അമ്പലപ്പടി സബ്സ്റ്റേഷൻ റോഡിലെ അംബേദ്കർ കോളേജിനോട് ചേർന്നാണ് മനോഹര കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലികൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇതിന്റെ മനോഹര ദൃശ്യങ്ങൾ വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചതോടെ കാഴ്ചക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അമ്പലപ്പടി സബ്സ്റ്റേഷൻ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടു. 4 മണിയോടെയാണ് AP അനിൽകുമാർ MLA പൂന്തോട്ടം കാണാനായി എത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും കാഴ്ചക്കാർ ഇവിടേക്ക് എത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് MLA പറഞ്ഞു. ഞാൻ വണ്ടൂരിലെ ഈ മല്ലിക പൂന്തോട്ടത്തിൽ വളരെയധികം ആളുകൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൂന്തോട്ടം ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് എത്തിയത്. അല്പം ദിവസങ്ങൾ മുമ്പ് വരെ ഇവിടെ തുറന്ന് കിടക്കുന്ന തുറസായ സ്ഥലമായിരുന്നു. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷി വകുപ്പ് ഇവരെല്ലാം സംയുക്തമായിട്ടാണ് ഈ മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വണ്ടൂരിൽ നിന്ന് മാത്രമല്ല, വണ്ടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഈ പൂന്തോട്ടം കാണുവാനും ഈ പൂക്കളോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനൊക്കെ ആളുകൾ വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആളുകൾക്ക് ഒരു പിക്നിക് പോലെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.